അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ചു മുമ്പ് പേരോട് ഉസ്താദ് ഉത്തരേന്ത്യൻ സംസ്ഥാനക്കാരെ സംബന്ധിച്ച് കണ്ട് പറഞ്ഞപ്പോൾ നൗഷാദ് അതിലൂടെ വല്ലാതെ പറഞ്ഞിരുന്നു, പരിഹസിച്ചിരുന്നു. നൗഷാദ് അങ്ങനെയാണ് സ്വാഭാവികമായിട്ട്. ഓൻ ആരും വലിപ്പേറൊന്നുമില്ല ദുനിയാവിൽ എന്നല്ല, നീ എവിടെയും ഓനെ വലിപ്പേറൂല. ഓനാരും വലിപ്പേറൂല. ഒരാൾ ഓൻ്റെ മേലുണ്ടാവില്ല. ഒക്കെ ഓനേക്കാര ഷെയ്ഖ്. ആനാ ഷൈഖുൻ, ഓനാ ഷെയ്ഖ് എല്ലാത്തിൻ്റെയും. അങ്ങനെയാണ് ഓനങ്ങനെയാണ്. ഓനാരും വലിപ്പേറൂല. അങ്ങനെ അതിൻ്റെ മുമ്പ് ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ, അവർ ഇൽമൊന്നും പഠിച്ചിട്ടില്ല. അവർ കൂടുതൽ ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ അവർ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. അങ്ങനത്തെ ആളുകളാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളത്. ആയതുകൊണ്ട് അവരെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, അവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അവർക്ക് വേണ്ടിക്കൊണ്ട് എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ ചെയ്യണമെന്ന് മൗലാന പേരോട് ഉസ്താദ് കുറച്ചു മുമ്പ് പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തെ ഇവൻ എടുത്തിട്ട് ഒരുപാട് പരിഹസിച്ചു. എന്തൊക്കെയാ പറഞ്ഞത്? ഉത്തരേന്ത്യൻ സംസ്ഥാനക്കാർക്ക് ഫാത്തിഹ അറിയില്ലത്രേ, പിന്നെ ഇയാളാ വലിയ ആള് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു ഈ സ്കൂളിൽ നിന്ന് പി ടി എക്ക് വിട്ടിട്ട് പി ടി എ മീറ്റിങ്ങിൽ എന്ത് ചെയ്യാണ്, ഇതുണ്ടല്ലോ കളിക്കാൻ വേണ്ടി വിട്ടിട്ട് പി ടിക്ക് വിട്ടിട്ട് കുട്ടികളെന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് തല്ലൂടും, കച്ചറ ഉണ്ടാക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോരുണ്ടാവും, കളിക്കാൻ സമയം ഉണ്ടാവില്ല. ലാസ്റ്റ് ആ വർത്തമാനത്തിലൂടെ പിന്നെന്ത് ചെയ്യും, ആ പീരീഡിൻ്റെ ടൈം കഴിഞ്ഞാണ്ട് ബെല്ലടിച്ചു പോകും. ഇങ്ങനൊരു സ്വഭാവം കാണലുണ്ട്. എന്നതുപോലത്തൊരു പരിപാടിയാണ് ഈ നൗഷാദിൻ്റെത്. വെറുതെ ശബ്ദിക്കുക, വെറുതെ ഒച്ച ഉണ്ടാക്കുക, വെറുതെ ഒരു കാര്യമില്ലാതെ. എന്താ ഇനി അതേ വിഷയം മൗലാന പേരോട് ഉസ്താദ് പറഞ്ഞ ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ച് പറഞ്ഞ അതേ വിഷയം നമ്മുടെ കൂരിയാടി നദവി പറയുന്നുണ്ട്. ആ വിഷയത്തെ ഉത്തരേന്ത്യക്കാരെ അവർക്ക് ഫാത്തിഹ ഓതാനോ അതുപോലെ അവർക്ക് മസ്അലകളിലോ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ് ദാറുൽ ഹുദ പോലത്തെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു വളർന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ കുട്ടികളെ പല സംസ്ഥാനങ്ങളിലേക്ക് മുഅല്ലിമീങ്ങളായിട്ട് പറഞ്ഞയക്കുന്നത് അവർക്ക് ഇൽമ പഠിപ്പിക്കാനാണ്, അവർക്ക് അച്ചടക്കം പഠിപ്പിക്കാനാണ്, അവർക്ക് അദബ് പഠിപ്പിക്കാനാണ് എന്നൊക്കെ കൂരിയാടി നദവി ആ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്കി. കേരളത്തിന് പുറത്തുള്ള തെന്നിന്ത്യൻ സംസ്ഥാനങ്ങള്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങള്, ഇവിടെ നിന്നുള്ള ആളുകൾക്ക് ഷഹാദത്ത് കലിമ പോലും അറിയില്ല. പേരോട് ഉസ്താദ് പറഞ്ഞത് ഫാത്തിഹയും മറ്റും നിസ്കാരത്തിന്റെ നിയമങ്ങളും അവർക്ക് അറിയൂല എന്ന് പറഞ്ഞാൽ, എന്നാൽ കൂരിയാടി നദിയെ ഒന്നും കൂടി എന്ത് ചെയ്തു, കൂട്ടിപ്പറഞ്ഞു. അവർക്ക് ഷഹാദത്ത് കലിമ പോലും അറിയൂല, അവർക്ക് അറിയൂല. സൂറത്തുൽ ഫാത്തിഹ അറിയില്ല, അത്തഹിയാത്ത് അറിയില്ല, നിസ്കരിക്കാൻ അറിയില്ല, ഷഹാദത്ത് കലിമ കൃത്യമായി ഉച്ചരിക്കാൻ അറിയില്ല. അതുകൊണ്ട് ദാറുൽ ഹുദ സ്ഥാപിതമായിട്ടുള്ളത്, ദാറുൽ ഹുദയിലെ നിങ്ങളെ പോലെയുള്ള വിദ്യാർത്ഥികളെ ചേർത്ത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞത് നിങ്ങൾ കേരളത്തിന് പുറത്തേക്ക് പോകണം. കണ്ടില്ലേ, ദാറുൽ ഹുദയിൽ നിന്നും അതുപോലെ നിങ്ങൾ നല്ല വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയിട്ട് നിങ്ങളെന്ത് ചെയ്യണം, കേരളത്തിൻ്റെ പുറത്തേക്ക് പോകണം, കേരളത്തിൻ്റെ പുറത്തു പോകണം. എന്നിട്ട് അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കണം, ഷഹാദത്ത് കലിമ പഠിപ്പിച്ചു കൊടുക്കണം, ഫാത്തിഹ പഠിപ്പിച്ചു കൊടുക്കണം, അത്തഹിയ്യാത്ത് പഠിപ്പിച്ചു കൊടുക്കണം, റുക്കൂഇ ചെല്ലുന്നത്, ഇഅ്തിദാലിൽ ചെല്ലുന്നത്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൻ്റെ എല്ലാ പഞ്ചസ്തംഭങ്ങൾ അവർക്ക് കൃത്യമായിട്ട് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിക്കൊണ്ട് ഉത്തരേന്ത്യയിലേക്ക് അതുപോലെ മറ്റു അന്യ സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ പോകണമെന്ന്, അതാണ് ദാറുൽ ഹുദ പോലത്തെ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് കൂരിയാടി നദവി പറയുന്നു. നൗഷാദെ, നിനക്ക് എന്ത് പറയാണ്ട്? ഇത് പേരോട് ഉസ്താദ് മുന്നേ പറഞ്ഞപ്പോ നീ ഭയങ്കര ഇത് പൊട്ടിച്ചല്ലോ അല്ലേ? അതാ പറയുന്നത് നൗഷാദ്, അതാ പറയുന്നു. അതിന്റെ പേരിലാണ് ഉത്തരേന്ത്യക്കാരെയൊക്കെ
ഒന്നിനും പറ്റാത്തവരാക്കി ചിത്രീകരിച്ചത്, ബംഗാളികൾക്കെതിരെ സംസാരിച്ചത്, ഉത്തരേന്ത്യയിലെ ആളുകളെ കുറിച്ച് പറഞ്ഞത് അവരൊക്കെ യതീമുകളാണ്, അനാഥരാണ്, അവർക്ക് ഫാത്തിഹ അറിയില്ല, അവർക്കൊന്നും അറിയില്ല, അറിയുന്ന വലിയ ഖോജരാജാവല്ലേ ഇയാള്. എന്താപ്പ അവസ്ഥ? കണ്ടില്ല നിങ്ങള്? അറിയുന്ന കോജരാജാവല്ലേ ഇയാള്, എന്താ അവസ്ഥ? ഇജ അയാളെ പോയി കാണലോട് കൂടെ കൂരിയാടി നദിവിന്റെ കൈ ഇജ് പിടിക്കലോട് കൂടെ അയാൾ കെതിട്ടു. അല്ലാതെ അവസ്ഥ. ഇജ അയാളുടെ അടുത്തേക്ക് ഇജും കുഞ്ഞേമും പമ്പേഴ്സും ചെന്നുകാണ്ട് പിന്നെ പോന്നല്ലോ, അങ്ങനെ കൈ പിടിച്ചു കാണ്ടൊന്ന് മുത്തിയല്ലോ, ആ മുത്തിയാണ്ട് പോന്നല്ലോ. പിന്നെ അതോടെ മൂപ്പരെന്ത് ചെയ്തു? ഏത് പത്രസമ്മേളനം നടത്തിയാലും ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. എവിടെ എന്ത് പറയുകയാണെങ്കിലും ഒരു വിഷയം, ഒരു ചെറിയൊരു ടെൻഷൻ മൂപ്പർക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. അത് എൻ്റെ കൈ പിടിച്ച് മുത്തിജാ ചെന്ന് എൻ്റെ കാല് കുത്തിയപ്പോൾ എൻ്റെ ഐറ്റങ്ങൾ നല്ല കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു. ലീഗാണെങ്കിലും സമസ്തയാണെങ്കിലും രണ്ടും വലിയ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു. ചട്ടിയും കലാവുമ്പോൾ തട്ടിമുട്ടി കൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞതുപോലെ ചെട്ടിയേരടുത്തുനിന്ന് ഒച്ച ഉണ്ടാകുമ്പോൾ അത് വല്ലാതെ പൊട്ടൂല, നല്ല ഒച്ച ഉണ്ടാവും പക്ഷെ പൊട്ടൂല എന്നതുപോലെ പോവുകയായിരുന്നു. പക്ഷെ എൻ്റെ കാല് പാണക്കാടും പട്ടിക്കാടും കൂരിയാടും ഇതുപോലെ എവിടൊക്കെ എൻ്റെ കാല് പോയി കുത്തിയോ ആ കുത്തലോട് കൂടെ ഐറ്റങ്ങളിൽ ആകെ ഭിന്നാഭിപ്രായങ്ങൾ വന്നു, ആകെ ഇങ്ങോട്ട് കുഴപ്പങ്ങൾ വന്നു. എന്നിട്ടിപ്പോൾ ചോദിക്കുക എന്താ അവസ്ഥ? അവൻ കാട്ടിക്കൂട്ടിയാണ്ട് ഐറ്റങ്ങളെ എന്താ ഇപ്പോഴത്തെ അവസ്ഥ ഓനറിയാം. ഓൻ ചെന്നാ നാസാവും എന്നുള്ളത് ഓനറിയാം. അതുകൊണ്ടാണോ എല്ലായിടത്തും ചെന്ന് നാസാക്കിയത്. എന്നിട്ടിപ്പോൾ വിട്ടുന്ന് കണ്ട് ചോദിച്ചാൽ എന്താ അവസ്ഥ? എന്താ അവസ്ഥ നോപ്പച്ചൊന്ന് കണ്ട് ചോദിക്കുക. ഇയാളല്ലേ പിന്നെ വലിയ അറിവാളി, വലിയ വിവരമുള്ള ആൾ ഇയാളല്ലേ. ജനല പറഞ്ഞ അയാൾ ഭയങ്കര വിവരമുള്ള മനുഷ്യനാണെന്നുള്ളത്. കുരിയാടി നദിവി ഭയങ്കര പണ്ഡിതനാണ്, ഫക്കീഹാണ്, ഫിഖ് അറിയുന്ന ആളാണെന്നൊക്കെ ജനല പറഞ്ഞു. എന്നിട്ട് എന്താ എനിക്ക് പറ്റിയത്?